സത്യമേവ ജയതേ എന്ന ഭാരതത്തിൽ ഇന്ന് സത്യത്തിനൊരു വിലയുമില്ല. സത്യം ആരെങ്കിലും പറഞ്ഞാൽ അവന് തല്ലി കിട്ടുകയും ചെയ്യും. എന്നാലും ഞാൻ ഒരു സത്യം പറയുക. ഷാജഹാൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു പ്രസംഗം ഇപ്പം ഞാൻ കേട്ടു. അതിനകത്ത് ഒരു നടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകളുടെ രക്ഷയ്ക്കായിട്ടൊരു സംഘടന ഉണ്ടാക്കി. അന്നുള്ള നിലപാടിൽ ഇപ്പോൾ മാറി നിന്ന് ചവിട്ടുക. അവർ പറഞ്ഞു പോലും ആരും ആരെയും ഇവിടെ പീഡിപ്പിക്കുന്നില്ല എന്ന്. അതാ സത്യം. പീഡിപ്പിച്ചതല്ല. ആ മോള് തന്നെ ഒരു അടിപ്പാവാട വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്ന സമയത്ത് എന്തോ വിറ്റായാലും ഇച്ചിരി കാശുണ്ടാക്കണം, എന്നാലേ ജീവിക്കാനൊക്കത്തുള്ളൂ. പട്ടിണി മാറ്റാൻ വേണ്ടി വേശ്യാവൃത്തിക്ക് പോകുന്നവരുണ്ട്. അവരെന്നും വേശ്യകളായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാതെ കഴിയത്തേ ഉള്ളൂ. അവസാനം ചൊറി പിടിച്ച് ആവത്തേ ഉള്ളൂ. പക്ഷേ പട്ടിണി മാറ്റിയിട്ട് എനിക്ക് കീർത്തിയും കോടികളും ഉണ്ടാവണം, മനസ്സിൻ്റെ ശരീരത്തിൻ്റെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൂടിയാലും ഒരു പ്രശ്നവുമില്ല, ഞാൻ ആരെയും വേണേലും കോട്ടുവായി ഇടിയിക്കും എന്നും പറഞ്ഞ് നടക്കുന്ന ബുദ്ധിമതികളായ വശ്യതയുള്ള തരുണീമണികൾക്ക് ഏറ്റവും നല്ല ഫീൽഡ് ചായം പൂശിയ വേശ്യാവൃത്തിയാണ്. അതാ സിനിമ എന്നുള്ള എല്ലാവർക്കും അറിയാം. അവിടെ നാണം മാറ്റുക എന്നുള്ള ആദ്യത്തെ കൂതാശ തന്നെ ഇവരങ്ങോട്ട് ചെന്ന് ഞങ്ങളുടെ നാണം ഒന്ന് മാറ്റിത്തരണേ എന്നപേക്ഷിക്കുക ചെയ്യുന്നത്. ഈ മോള് തന്നെ ആദ്യമേ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു നായകവേഷം ചെയ്യുന്ന ഒരുത്തിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒക്കൂ എന്നുള്ളത് വിവരം അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെയല്ലയോ ആദ്യം ഹോട്ടലിൽ കൊണ്ടുവിട്ടത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ചിലപ്പം പിടി കിട്ടും. അമ്മയാണെന്നോ അപ്പനാണെന്നോ എന്നറിയത്തില്ല. അപ്പനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറ്റിയത്? മോൾ അഭിനയിച്ചു. മോളുടെ അഭിനയ പാഠവും ഈ വലിയ നടൻ്റെ കൂടുള്ള സഹനടി എന്നുള്ള ബഹുമാനവുമായപ്പം കാശ് 10 ഇരട്ടി വർദ്ധിച്ചു പെട്ടെന്ന്. അതുകൊണ്ടല്ലേ ഈ 140 കോടി മിനിറ്റ് കൊണ്ട് യൗവനം വിട്ടുപോകും മുമ്പേ, യൗവനം തീരും മുമ്പേ പകുതി പ്രായത്തിലേ നേടിയത്. വേറെ ഏത് ബിസിനസ്സിന് പോയാൽ പറ്റിയേനെയോ? എയർ ഹോസ്റ്റസ് ആയാൽ പറ്റിയേനെയോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയായാൽ പറ്റിയേനെയോ? വേണ്ട, പ്രധാനമന്ത്രിയായാൽ പറ്റുമോ? ഒക്കത്തില്ല. ഈ പണിക്കേ ഒക്കൂ. അത്രയും വലിയ ഉന്നമനത്തിലേക്ക് ഗ്ലാമർ ഗേളാകാൻ പാർത്ഥിവ് പാട എല്ലാവളുമാരുടെയും കൂട്ടുള്ള ഇവളെ ഗ്ലാമർ ഗേളാക്കാൻ, അനേക കമ്പനികളുടെ അംബാസഡറാക്കാൻ, ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ഇവിടെ പുങ്കന്മാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുണ്ട് എന്നിരിക്കെ ആ അവസരം ഉപയോഗിക്കാനെ കൊണ്ട് സ്വയം പ്രിപ്പയർഡായിട്ട് വരുന്ന ഇവരെ ആരെങ്കിലും പീഡിപ്പിക്കണോ? അവർ പീഡിപ്പിക്കാനല്ല, അവരെ വാഴ്ത്തി അനുഗ്രഹിക്കാൻ. വടക്കേ ഇന്ത്യയിലൊക്കെ നഗ്ന സന്യാസികൾ അവധൂതന്മാരുടെ മുന്നേ വന്നിട്ട് ലിംഗത്തെ തൊട്ട് വണങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തരുണിമണികൾ തൊട്ട് ഒന്ന് നമസ്കരിക്കും. അതുപോലെ ഈ നടിയന്മാരുടെയൊക്കെ ഒന്ന് തൊട്ട് നമസ്കരിക്കുന്നതേ ഉള്ളൂ. അത് വന്ദനത്തിൻ്റെ, ആരാധനയുടെ, അർച്ചനയുടെ, അർപ്പിതത്തിൻ്റെ ഒരു ഭാവമെന്നേ ഉള്ളൂ. അതൊരു കുറ്റകൃത്യമല്ല. നടനും എന്നെ തൊട്ടത് എന്തിനാണെന്ന് ചോദിക്കുന്നില്ല. അവർക്കറിയാം അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അവരെ അനുഗ്രഹിച്ചു വിട്ടു. അതുകൊണ്ടല്ലേ പെട്ടെന്ന് ഹീറോയിനായത്. ഈ പ്രതിച്ഛായ അങ്ങ് മാറി വലിയ വിലപിടിപ്പുള്ള നടിയായതും ഗ്ലാമർ ഗേളായതും പരസ്യ കമ്പനികൾ മാടി വിളിച്ചതും കോടികൾ മിനിറ്റ് കൊണ്ടുണ്ടായതും കോടീശ്വരിയായതും. ഓരോ നടിമാരുടെ കാറ് 3 കോടി 4 കോടി വിലയുള്ള കാറുകളൊക്കെ ഇപ്പം യൂട്യൂബ് പരിചയപ്പെടുത്തുമ്പോൾ അന്തിച്ചു പോകുന്നു. ദൈവമേ, എത്ര കൊല്ലം എയർപോർട്ടിൽ ജോലി ചെയ്തു, നൈറ്റ് ഡ്യൂട്ടിയും ഗുഡ് നൈറ്റും ഒക്കെ ചെയ്തു. എനിക്കിതുവരെയും പറ്റിയിട്ടില്ലേ? പറ്റത്തില്ല, നമുക്കാർക്ക് പറ്റത്തില്ല. ഇത് അട്ടിമറി വ്യവസായത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അത് അടിയായാലും വെടിയായാലും എന്തായാലും അട്ടിമറി നടന്നതിലേ പൈസ ഉണ്ടാകത്തുള്ളൂ. അത് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം എന്നെ സഹായിക്കുന്നവരെന്നെ പീഡിപ്പിക്കുക എന്നത് പിന്നെ തമ്മാടത്തിനും പറയുന്നത് ശരിയാണോ? അല്ല. ആ കുഞ്ഞ് നല്ല തന്തയ്ക്ക് പറഞ്ഞായതുകൊണ്ട് നന്ദിയോടെ ആ അനുഗ്രഹിച്ചവനെ ഇന്നും സ്നേഹിതനായിട്ട് കൂടെ നിർത്തുന്നു. അവൻ്റെ ചിങ്കിടി വേല ചെയ്യുന്നു.
വീണ്ടും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു. അവൻ്റെ കൂടെ ഒട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഗ്ലാമർ ഇരട്ടിയാവുക. വീണ്ടും ഇവളെ ആളുകൾ വിളിക്കുന്നു. അവൾ പുഷ്ടിയിൽ നിന്ന് പുഷ്ടിയിലേക്ക് ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്ന പോലെ വളർന്നു പോകുന്നു. അതിനെന്തിനാ നാട്ടുകാരെ അസൂയപ്പെടുന്നേ? നിനക്കൊക്കുമെങ്കിൽ വീട് നിൻ്റെ മോളെയും ഇല്ലയോ സാധനം? ഉണ്ടല്ല, വീട് വേണേലേ. ഇത് ഇന്ത്യയാ, ഇത് ഭാരതമാണ്. ഇവിടെ ആർക്കും എന്തും ചെയ്യാൻ ഫ്രീഡമുണ്ട്. ഇവിടെ പോലീസുമില്ല, നല്ല ഭരണതന്ത്രവും ന്മാരും ഈ നാട്ടിൽ ഇനിയും വരത്തില്ല. ഏതായാലും ഞാൻ ചാവുകോളം വരികയില്ല എന്നുള്ളത് നല്ല ഉറപ്പാണ്. കാരണം ഉണ്ടായാൽ തന്നെ കേസ് നീട്ടി വെച്ച് അങ്ങ് നീണ്ടു പോകത്തേ ഉള്ളൂ. ഒരു ശിക്ഷയോ ഒരവനും കിട്ടത്തുമില്ല. ഏത് ദുരാഗ്രഹിയും ഏത് ദുർമാർഗിയും ഏത് രാജ്യദ്രോഹിക്കും ഇവിടെ ഭരിക്കാം. അവനെ ആരും ഒരു ചെവിയെ ഞുള്ളുന്ന പോലെ ഞുള്ളാൻ പോലും ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു ഭരണമില്ല എന്ന് പറയുമ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുക എന്നൊന്നും ഇതാണോ ഭരണം? നിങ്ങൾ സന്തോഷമായിട്ട് സൂചിച്ച് വാഴുന്നു വാഴിനെ. നിങ്ങൾ വാഴ്ത്തപ്പെട്ടവരാ. നിങ്ങളെ വാഴ്ത്തിയതാരാ? ജീവിതത്തിൻ്റെ എലിയും മറ്റേതും തിരിച്ചറിയാൻ വയ്യാത്ത ഭ്രാന്തന്മാരുടെ വിലയേറിയ ഭ്രാന്തോട്ട് ചെയ്താണ് നിങ്ങളെ ആക്കിയതും. ഇതൊരു ഭ്രാന്താലയം. ഇവിടെ 1, 2, 1000, 10,000 വേശ്യകൾക്കും വിടന്മാർക്കും ഒക്കെ അഭിനയിച്ച് തള്ളി നമ്മളെല്ലാം ഊഞ്ഞാലാക്കി ജീവിക്കാൻ ഫെസിലിറ്റിയും ഉണ്ട്. നമ്മളെന്നും മൊണ്ണകളായിരിക്കും, രാജകീയ മൊണ്ണകളായിരിക്കും, ജനാധിപത്യ മൊണ്ണകളായിരിക്കും. കേട്ടതിന് നന്ദി.